ഏഷ്യനെറ്റ് യുഎസ്എയുടെ ക്രിസ്മസ് ഇൻ അമേരിക്ക എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ക്രിസ്മസ് കഴിഞ്ഞെങ്കിലും ഇവിടെ അമേരിക്കയിൽ എങ്ങും ആഘോഷ പ്രതീതി തന്നെ. പ്രധാന നഗരങ്ങളും കൊച്ചുപട്ടണങ്ങളും വീടുകളും ക്രിസ്മസ് അലങ്കാരങ്ങളുടെ ശോഭയിൽ തിളങ്ങുന്നു. പുതുവത്സരത്തിനെ എതിരേൽക്കുന്നതുവരെ എങ്ങും വർണ്ണാഭമായ കാഴ്ചകൾ തന്നെ. അമേരിക്കയിലെ വൻ നഗരങ്ങളിലെ ക്രിസ്മസ് കാഴ്ചകളും വിവിധ കോയർ സംഗീത പരിപാടികളും മലയാളികളുടെ ക്രിസ്മസ് ആഘോഷങ്ങളുമാണ് ക്രിസ്മസ് ഇൻ അമേരിക്ക എന്ന ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ന്യൂയോർക്ക് ലോകത്തിലെ മഹാനഗരങ്ങളിലൊന്ന്. ന്യൂയോർക്ക് നഗരം ക്രിസ്മസിനെ ഇത്തവണയും വരവേറ്റത് വിസ്മയം തോന്നിപ്പിക്കുന്ന ദീപാലങ്കാരങ്ങളിലൂടെയാണ്. റോക്കഫെല്ലർ സെന്ററും ടൈംസ് സ്ക്വയറും ന്യൂയോർക്ക് നഗരത്തിലെ ക്രിസ്മസ് കാഴ്ചകളെ ഒരിക്കൽ കൂടി മനോഹരമാക്കി. നമുക്ക് ന്യൂയോർക്കിലേക്ക് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലുള്ള റോക്കഫെല്ലർ സെന്ററിലെ പ്രശസ്തമായ ക്രിസ്മസ് ട്രീയുടെ മുന്നിലാണ്. ഈ വർഷത്തെ റോക്കഫെല്ലർ സെന്റർ ക്രിസ്മസ് ട്രീ ലൈറ്റിംഗ് നടന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. ഈ ട്രഡീഷൻ തുടങ്ങിയത് 1933-ലാണ്. ചുരുങ്ങിയത് 65 അടി നീളവും 35 അടി വീതിയും ഉള്ള മരങ്ങളെ ഇതിന് പരിഗണിക്കാറുള്ളൂ. മരത്തിന്റെ താഴെ നിന്ന് നോക്കിയാൽ ആകാശം കാണരുതെന്ന ഒരു നിബന്ധന കൂടിയുണ്ട്. കനാരിക്കറ്റ്, വെർമോണ്ട്, ഒഹായോ, ന്യൂജേഴ്സി എന്നീ 4 സ്റ്റേറ്റുകളിൽ നിന്നാണ് സാധാരണയായി മരങ്ങൾ തിരഞ്ഞെടുക്കാറുള്ളത്. ഈ വർഷത്തെ മരം മറിയ കോട്ടി എന്ന സ്കൂൾ അധ്യാപികയുടെ ഗാർഡനിൽ നിന്നാണ് തിരഞ്ഞെടുത്തത്. ഒരു ഹെലികോപ്റ്ററിൽ പോയി ആണ് ഈ മരങ്ങൾ ഇൻസ്പെക്ട് ചെയ്ത് ജേതാവിനെ തിരഞ്ഞെടുക്കാറുള്ളത്. ഈ വർഷത്തെ ക്രിസ്മസ് ട്രീക്ക് 76 അടി നീളമുണ്ട്. ഈ ട്രീയിൽ 30,000-ഓളം ബൾബുകളുണ്ട്. ഈ മരത്തിന്റെ മെയിൻ അട്രാക്ഷൻ ഏറ്റവും മുകളിലായി ഒരു സ്വരോസ്കി സ്റ്റാർ ഉണ്ടെന്നതാണ്. അതിന് 3 മീറ്റർ ഡയമീറ്ററും 250 കിലോ ഭാരവും ഉണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന അമേരിക്കയിൽ ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തമായ ടൈംസ് സ്ക്വയറിലാണ്. ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആകുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശകരായി വരാറുണ്ട്. പുതുവർഷത്തെ വരവേൽക്കുന്ന ന്യൂയോർക്ക് സിറ്റിയിലെ പ്രശസ്തമായ ബോൾ ഡ്രോപ്പ് നടക്കുന്നത് ഇവിടെയാണ്. നമ്മോടൊപ്പം ഒരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്. അവരുടെ ന്യൂ ഇയർ പ്ലാൻസിനെ പറ്റി നമുക്കും ചോദിച്ചു നോക്കാം. What's your name? Erin Tatum. What's your plans for New Year? To make as much money as I can. What's your plan? No more chocolate. No more chocolate. No more chocolate. What brings you to Times Square? We live in the Bronx and we're doing some holiday shopping.
What's your plan? Your plans? Try to save up for a car when I grow up. Hi guys, what's your name? My name is Vincent Sanchez Gomez. I'm Jordan Mendoza. I'm Heidi Held. Clayton Canoke. Where are you guys from? I'm from Texas. Arizona. Texas. Texas. What's your New Year plans? I guess my New Year's resolution would be to travel more, experience this more. My New Year's resolution is to get with Jacob. മലയാള സിനിമാ പ്രേക്ഷകർ ഒരിക്കലും മറക്കാത്ത പ്രശസ്തയായ ഒരു നടിയാണ് മാധവി. കഴിഞ്ഞ 15 വർഷമായി സിനിമാ ലോകം വിട്ട് ബിസിനസ് ലോകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ മാധവിയുടെ ഒരു ആശംസ ഇതാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക്. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. തീർന്നില്ല, ഒരു സർപ്രൈസ് കൂടിയുണ്ട് ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് മാത്രം. മാധവിയുടെ മകൾ ഒരു ക്രിസ്മസ് ഗാനം നിങ്ങൾക്കായി ആലപിക്കുന്നു. I want to wish all the viewers of Asianet a Merry Christmas, and to help me, my daughter Tiffany is here. She's 12 years old and she's going to sing a Christmas carol for you.